ഇവിടെ തോറ്റത് ചിലരുടെ മതവൈര്യങ്ങളാണ്, ജയിച്ചതാകട്ടെ മതേതര കേരളത്തിന്റെ മനുഷ്യത്വവും. അധികാരവും പദവികളും മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല, മറിച്ച് അവരെ ചേർത്തു പിടിക്കാനാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിത്വത്തിനുടമയാണ് ഇർഫാന. നെഞ്ചിലെ മനുഷ്യത്വമാണ് ഒരാളെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത്. ഭാര്യയും മക്കളും സഹോദരിയും ഉൾപ്പെടെ ഉറ്റവരാരും ഏറ്റെടുക്കാത്ത മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിച്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ഇർഫാന ഇക്ബാൽ മതേതര കേരളത്തിൽ മനുഷ്യത്വം മരിച്ചിട്ടില്ലെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മഞ്ചേശ്വരം താലൂക്ക് മീഞ്ച പഞ്ചായത്തിലെ 63 വയസ്സുകാരനായ നാരായണൻ മരണപ്പെട്ടത്. ഒരു കാലത്ത് RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. രോഗശയ്യയിലായി ഒടുവിൽ മരണമേറ്റുവാങ്ങിയപ്പോൾ ആ ശരീരം ഏറ്റുവാങ്ങാൻ സ്വന്തം ഭാര്യയും മക്കളും ഉറ്റവരായ മറ്റാരും തന്നെ മുന്നോട്ടു വന്നില്ല. ഒടുവിൽ ഒരു അനാഥനെ പോലെ ആരോരുമില്ലാതെ ആരുമറിയാതെ മെഡിക്കൽ കോളേജ് മോർച്ചറിക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു ആ വയോധികന്റെ മൃതശരീരം. 1 മാസം മുൻപാണ് നാട്ടിലെ കടവരാന്തയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ മൃതപ്രായനായി കഴിഞ്ഞിരുന്ന നാരായണന്റെ ദയനീയാവസ്ഥ വാർഡ് മെമ്പർ ഷെരീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗവും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിനെ അറിയിക്കുന്നത്. 1 മാസമായി അത്യാഹിത വിഭാഗത്തിൽ അവിടെ ചികിത്സ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നാരായണൻ മരണപ്പെടുന്നത്. മരണവിവരം മഞ്ചേശ്വരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചെങ്കിലും മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരും തന്നെ തയ്യാറായില്ല. ഭാര്യയും മക്കളും സഹോദരിയും മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇർഫാനയ്ക്ക് സമ്മതപത്രം നൽകി കൈയൊഴിയുകയായിരുന്നു. അനാഥമായി കിടന്ന ആ 63 വയസ്സുകാരന്റെ മൃതദേഹവുമായി തട്ടമിട്ട ആ വനിതാ ജനപ്രതിനിധി ചെറുകോളി പൊതുശ്മശാനത്തിലേക്ക് യാത്രയായി. ചിതയിൽ ദഹിപ്പിക്കുകയെന്ന അന്ത്യകർമ്മം മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് മാറി നിൽക്കുകയല്ല ഇർഫാന ചെയ്തത്. ഒരു മകളുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ ചിതയിലേക്ക് സ്വന്തം കൈകളാൽ വിറകുകൾ എടുത്തുവെച്ച് അന്ത്യകർമ്മങ്ങളിൽ പങ്കാളിയാവുകയായിരുന്നു. പൂർണ്ണമായും ഹൈന്ദവാചാരപ്രകാരം ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ പോയ നാരായണൻ എന്ന ആ മനുഷ്യന് അവർ അന്ത്യയാത്ര നൽകി.